ഓം ശ്രീ ഗണപതായ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിനാരായണൻ. ഞാൻ ഈ വീഡിയോയിലെ ഇടവം നക്ഷത്രക്കാരുടെ 2026 ഭാവി ഫലം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ധനസ്ഥിതി, കുടുംബ ബന്ധങ്ങൾ, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ സമയം എന്നിവയാണ്. ഈ വീഡിയോ കണ്ടു കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് 2026 വർഷം എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെയധികം സഹായിക്കുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് എടവക്കൂറുകാരിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾ പെടും എന്ന് നോക്കാം. എടവക്കൂറുകാരിൽ പെടുന്നത് കാർത്തിക മുക്കാലും, രോഹിണി, മകീരം, അര. ഈ നക്ഷത്രങ്ങളടങ്ങിയ ഒരു കൂട്ടമാണ് എടവക്കൂറ്. ഈ എടവക്കൂറിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് ശുക്രൻ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ് നിങ്ങളുടെ ഭാവി ശോഭനമാക്കുവാൻ. ശുക്രനെ കൊണ്ട് ഈ എടവക്കൂറുകാർക്ക് യാതൊരുവിധ ദോഷങ്ങളും ജീവിതത്തിൽ വരുന്നില്ല. അതേസമയം ശുഭഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 2026 ശനി എവിടെയാണ് സഞ്ചരിക്കുന്നത് നോക്കാം. 2026 എടവക്കൂറിനെ സംബന്ധിച്ച് ശനി 11ാം ഭാവത്തിലും വ്യാഴം 2-3 ഭാവങ്ങളിലും സഞ്ചരിക്കുന്നതാണ്. ഇനി ഈ ശനിയും വ്യാഴവും സഞ്ചരിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് ഗുണഗണങ്ങൾ എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ 2026 എടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി അനുസരിച്ച് ഇനി ഇത്രയും മനോഹരമായ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല. ഇതുവരെയായിട്ടും നിങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു ശുഭഫലവും ഹാർഡ് വർക്കിങ്ങിൻ്റെ ഉള്ള ഒരു റിസൾട്ട് ഈ വർഷം നിങ്ങൾക്ക് തീർച്ചയായും കാണുന്നതാണ്. ഈ വർഷം നിങ്ങൾക്ക് ഗുണഫലം കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു വർഷവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന നിലയ്ക്കാണ് ഈ വർഷത്തെ നിങ്ങളുടെ ഗ്രഹസ്ഥിതി. അതിൽ പ്രധാനമായിട്ടുമുള്ളത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും നല്ല ശുഭസ്ഥിതിയാണ്. ഈ ശനി ഇതിൻ്റെ മുന്നേ 2025 മുന്നേ തുടങ്ങിയ കണ്ടകശനിയൊക്കെ മാറി 2025 മുതൽ 2027 വരെ നിങ്ങൾക്ക് ലാഭസ്ഥാനത്താണ്. അപ്പോൾ എന്ത് മേഖലകളിൽ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റേതായ വളരെയധികം സാമ്പത്തികമായിട്ടാണെങ്കിൽ വളരെയധികം വരുമാനം സ്റ്റേബിളായിട്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങളറിയാതെ ഉണ്ടായിരുന്ന ചിലവുകളൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് അത് സേവിങ്സ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങളുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വ്യാഴം കൊണ്ടുവരുന്നതാണ്. പിന്നെ നിങ്ങൾ തന്നെ ഫോറിനേഴ്സിൽ നിന്നൊക്കെ ഫോറിൻ എക്സ്പെൻസൊക്കെ നിങ്ങൾക്ക് വളരെയധികം കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓൺലൈൻ ഷെയർ മാർക്കറ്റിംഗ് അതിലൊക്കെ നിങ്ങൾക്ക് ഇതുവരെയായിട്ടും നഷ്ടം ഉണ്ടെങ്കിൽ അത് ലാഭത്തിലേക്ക് വരാനും അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ ചെയ്യാനൊക്കെ ഉള്ള വളരെയധികം നല്ല സമയമാണ്. അതായത് ഒരുപാട് മേഖലകളിൽ കൂടെ ഇൻകം വരാനുള്ള ഒരു ധനസ്ഥിതിയാണ് ഉള്ളത് ഈ ഒരു 2026. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾ ഇട്ട ഹാർഡ് വർക്കിൻ്റെ ഒരു ഗ്യാരണ്ടീഡ് റിസൾട്ടായിരിക്കും 2026 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് വളരെയധികം നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇതിൻ്റെ മുന്നേ നിങ്ങൾ എന്താണോ ദുഃഖിച്ചത് അനുഭവിച്ചത് അതിൻ്റെയൊക്കെ ഒരു നല്ല വർഷമായിരിക്കും 2026. ഈ ശനി ഇതിൻ്റെ മുന്നേ കണ്ടകശനിയായിരുന്നു 2025 അതൊക്കെ മാറി. അപ്പോൾ 2026 വളരെയധികം കണ്ടകശനിയൊക്കെ മാറി 11 വന്ന് 2025 മാർച്ച് മുതൽ 2027 ജൂൺ വരെ വളരെ നല്ലൊരു സമയമായിരിക്കും. ഇനി എന്തെങ്കിലും ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എല്ലാവരും പറയുന്ന പോലെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഗ്രഹമല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ തിന്മകൾക്ക് അനുസരിച്ചുള്ള ഒരു ഫലം എന്തായാലും ശനി തരും. അപ്പോൾ ഈ കണ്ടകശനി സമയത്ത് നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സഹായിക്കാതിരിക്കുക അല്ലെങ്കിൽ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടെങ്കിലോ ഒരുപാട് ചീത്ത പ്രവൃത്തി ബാക്കിയുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് ശനി നമ്മളെ പിടിക്കുന്നത് അത് നല്ല രീതിയിൽ നല്ല സമയത്തായിരിക്കും. അപ്പോൾ ആ 11 നിൽക്കുമ്പം ശനി നമ്മൾ പിന്നിട്ട വർഷങ്ങൾ ചെയ്ത നന്മകൾക്ക് വളരെയധികം നന്മകളാണെങ്കിൽ വളരെയധികം നന്മകൾ കിട്ടുന്നതായിരിക്കും. അത് ഈ നിങ്ങൾ തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഈ 11 നിന്ന് കഴിഞ്ഞാലും വളരെ അത്ര നന്നായിട്ട് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പുനർചിന്തനം നടത്തണം. എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് എല്ലാവരും തന്നെ
കഴിയുന്നതും നമ്മളെ സഹായിച്ച് അഭ്യർത്ഥിച്ച് വരുന്നവരോട് സഹായിക്കുക, അവരെ പഴിയൊന്നും വേദനിപ്പിക്കാതിരിക്കുക, നന്മകൾ ചെയ്യുക എന്ന് കരുതി കഴിഞ്ഞാൽ ഈ ഗ്രഹസ്ഥി അനുസരിച്ച് 2026 ഇടവക്കൂറിലെ ഓരോരോ നക്ഷത്രങ്ങൾക്കും ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ശനി വരുത്തുന്നതായിരിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കഴിയുന്നതും ലോൺ എടുക്കാതിരിക്കുക. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് അന്വേഷിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. കുറച്ച് ഇൻട്രസ്റ്റ് കുറച്ച് അധികം കിട്ടുന്നു എന്ന് കരുതിയിട്ട് മോശപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ്ങും ഒഴിവാക്കുക. ഇങ്ങനെ മേഖലകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ അധികം നല്ലൊരു ധനസ്ഥിതി ഉണ്ടായിരിക്കുന്നതാണ് ഈ വർഷം നിങ്ങൾക്ക്. ഇനി നമ്മൾക്ക് കുടുംബകാര്യത്തെ പറ്റി നോക്കാം. കുടുംബ ബന്ധങ്ങൾ വളരെയധികം ശോഭനമായ ഒരു ബന്ധം ആയിരിക്കും. അത് അച്ഛനും അമ്മയുമായിട്ടായാലും ഭാര്യയും ഭർത്താവും തമ്മിലായിട്ടായാലും മക്കളായിട്ടായാലും എല്ലാ ബന്ധങ്ങളിലും വളരെയധികം നല്ല രീതിയിലുള്ള ഒരു സമയമാണ് ഇപ്പം. ഇതിൻ്റെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ അവർ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറയും. അവർ തമ്മിൽ കലഹിച്ച് രണ്ട് സ്ഥലത്ത് താമസിക്കുന്നവരാണെങ്കിൽ അവരെ മനസ്സിൽ തന്നെ തോന്നിയിട്ട് ഒരു കോംപ്രമൈസ് ടോക്കൊക്കെ കൊടുത്തിട്ട് വീണ്ടും ഒരു ഒത്തുചേരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ ഇതുവരെയായിട്ടും ഭാര്യയും ഭർത്താവും ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ദീർഘയാത്രകൾക്കൊക്കെ ഒരു സമയം ആയി തുടങ്ങുന്നു. പിന്നെ അച്ഛനും മക്കളും തമ്മിലുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിയിലുള്ള എവിടെയാണോ നമ്മൾ നിർത്തിയത് അതേമാതിരി തന്നെ ബന്ധം പൂർവാധികം ശക്തിയായിട്ട് അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് സാധ്യതകളുള്ള ഒരു വർഷമാണ് ഈ 2026. അത് ഭാര്യ ഭർത്താക്കന്മാർക്കായാലും അച്ഛനും മക്കളും തമ്മിലായാലും എല്ലാ റിലേഷൻഷിപ്പായാലും അത് ഫ്രണ്ട്ഷിപ്പായാലും എല്ലാ റിലേഷൻഷിപ്പിനും വളരെയധികം എന്തെങ്കിലും ബ്രേക്കപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവേറ്റ സമയത്തൊക്കെ താൻ പുരുട്ടുന്ന മാതിരി വ്യാഴം വന്നിട്ട് നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു സമയമായിരിക്കും 2026. ഇനി നമുക്ക് ജോലി സംബന്ധമായിട്ട് നോക്കാം. ജോലിയിൽ ഒരു സ്റ്റെബിലിറ്റി വരിക, സ്ഥിരത വരുന്നുണ്ടാവും. ഇതുവരെയായിട്ടും കോൺട്രാക്റ്റായിട്ടും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജോലി ഇല്ലാത്തവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ വർഷം അത് സാലറീസ് എംപ്ലോയിഡ് ആയാലും ഡെയിലി വേജസ് ആയിട്ടും ഒരു കുറേ ദിവസങ്ങൾ ജോലി കിട്ടുക, ഒരു സ്ഥിരത വരും ജോലിക്ക്. പിന്നെ അതേമാതിരി വലിയ വലിയ ജോലി പൊസിഷനുള്ളവരൊക്കെ ആണെങ്കിൽ പുതിയ റെസ്പോൺസിബിലിറ്റി, പുതിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടുക, അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വർഷം. പിന്നെ ദീർഘകാലമായിട്ട് താമസിച്ച് നിന്നിരുന്ന അല്ല പെൻഡിങ്ങിലായിരുന്ന പ്രമോഷൻസ് മേലധികാരികൾക്ക് തോന്നിയിട്ട് ഇപ്പോഴാണ് നിങ്ങൾ അർഹിക്കുന്നത്, അപ്പോൾ ആ തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രമോഷൻ തരിക, തടഞ്ഞു വെച്ചിരിക്കുന്ന സാലറി ഹൈക്ക് തരിക, അങ്ങനെ ഒരുപാട് എന്തൊക്കെയാണോ നിങ്ങളുടെ വേതനം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ ഒരു പരിഹാരം ആവുന്ന ഒരു വർഷം കൂടിയാണ് 2026. പുതിയ ജോലി തേടുന്നവർക്ക് പുതിയ ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വിദേശ യാത്രകൾക്ക് വളരെ നല്ലതാണ്. വിദേശ യാത്ര കിട്ടിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ കൂടെ എന്തെങ്കിലും ജോലി ആയിക്കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലൊരു സമയമാണ്. ആ ജോലി കിട്ടാനുള്ള ഒരു വളരെ നല്ല സമയമാണ് 2026 ഈ ഇടവക്കൂറിനവരെ സംബന്ധിച്ച്. പുതിയ ജോലി മാറാൻ നോക്കുന്നവർക്ക് ഇൻ്റർവ്യൂവിൽ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ ഈ 2026 ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും വളരെയധികം നല്ല വർഷമാണ്. അതേമാതിരി തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. ഇതുവരെയായിട്ടും പഠിത്തത്തിൽ അലസനായിരിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് പഠിക്കാൻ തോന്നുന്നു. ഫോറിൻ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കോളർഷിപ്പോട് കൂടി അവർക്ക് അത് ഹയർ സ്റ്റഡീസിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചായാലും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചായാലും 2026 നിങ്ങൾ ഒരിക്കലും ലേസി ആയിരിക്കാതിരിക്കുക. നിങ്ങളെ ഭാഗത്തുനിന്ന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടാതിരിക്കുന്ന വർഷമല്ല, 100% റിസൾട്ട് കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026 ഇടവക്കൂറുകാരെ സംബന്ധിച്ചോളം. ഇനി നമുക്ക് ആരോഗ്യസ്ഥിതിയിലേക്ക് വരാം. ഈ സമയത്ത് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന സമയമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ വന്നു ചേരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സന്തോഷം വരും. പിന്നെ കുറച്ച് സ്ട്രെസ്സൊക്കെ നമുക്ക് റിലീസ് ചെയ്ത് വളരെയധികം മെൻ്റലി ഹാപ്പി ആയിരിക്കും.
പിന്നെ ജീവിത ശൈലി രോഗങ്ങളോ എന്തായാലും ഉണ്ടായിരിക്കും. അല്ലാതെ ആരോഗ്യം സംബന്ധിച്ചിട്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും മോശം ഇതുവരെയായിട്ടും എന്തെങ്കിലും അലട്ടിയിരുന്ന രോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് 2026. ഞാനിവിടെ സംസാരിച്ചത് എടവക്കുറുവാരുടെ 2026 ഒരു പൊതുഫലത്തെ പറ്റിയാണ്. ഈ പൊതുഫലം നിങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കാം. ഇതൊക്കെയാണെങ്കിലും കൂടി ഒരുപാട് പോസിറ്റീവ്സും ഉണ്ടാവാം, നെഗറ്റീവ്സും ഉണ്ടാവും. ഈ പോസിറ്റീവ്സ് എങ്ങനെ നമുക്ക് കൂടുതൽ പോസിറ്റീവ്സ് ആക്കാനും നെഗറ്റീവ്സിനെ എങ്ങനെ കുറയ്ക്കാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വ്യാഴത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാഴത്തിന്, അതായത് മഹാവിഷ്ണുവിനെ മഞ്ഞപ്പട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചനയോ നടത്തുന്നത് വളരെ അത്യുത്തമമാണ്. ശനിക്കാണെങ്കിൽ എള്ളുതിരിയോ നീരാഞ്ജനമോ ശനിയാഴ്ച ഒരിക്കലോ എടുക്കുന്നതും വളരെ കേമമാണ്. ഇവയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും നമുക്ക് അമ്പലത്തിൽ പോകാനോ അല്ലെങ്കിൽ വഴിപാട് കഴിക്കാനോ ഉള്ള പൈസയൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുന്ന എന്നതാണ്. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്തായാലും ദൈവം പരീക്ഷിച്ച് കഴിഞ്ഞാലും നിങ്ങളെ കൈവെടിയാത്ത ഒരു വർഷമായിരിക്കും ഇത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ എടുത്തുനിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എപ്പോഴൊക്കെയാണോ നമുക്ക് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ വ്യാഴത്തിനായാലും ശനീശ്വരനായാലും നമ്മൾ ഇങ്ങനെ ജപിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അതിൻ്റെ ഒരു ഫലം എന്തായാലും നമുക്ക് കിട്ടും. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന മാർക്കണ്ഡേയനെ ശിവഭഗവാൻ പ്രാർത്ഥിച്ചത്. ശിവഭക്തനായ മാർക്കണ്ഡേയന് 16 വയസ്സുള്ളപ്പോൾ മരണം വിളിക്കും എന്ന് ഇത് സംബന്ധിച്ച് ശിവഭഗവാൻ വന്ന് എന്നും നിനക്ക് 16 ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൃത്യു തീണ്ടാതെ മാർക്കണ്ഡേയനെ കാത്ത ചരിത്രമൊക്കെ നമ്മൾ പുരാണങ്ങളിൽ നിന്ന് കേട്ടതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാത്തതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, മാർക്കണ്ഡേയൻ്റെ പ്രാർത്ഥന, ഭക്തി ഇത് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടും ഭക്തിയോടും ഒക്കെ ഇരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ നമ്മളെ തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ശനീശ്വരൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കണ്ടതിൽ നന്ദി.